അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാവർക്കും സുഖനല്ലേ, സുഖമായിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യത്തോടെയും ആഫിയത്തോടെയുമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവേ, ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവേ, ഞങ്ങളുടെ ആവശ്യത്തിനും എല്ലാ കാര്യത്തിനും നടന്നു കിട്ടാൻ വേണ്ടി നമുക്ക് സമ്പത്ത് നീ പ്രദാനം ചെയ്യണേ അള്ളാഹ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് സമ്പത്ത് നമ്മളെ കയ്യിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ എടുക്കുന്ന ജോലിയിൽ ഹൈറായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. കാരണം സമ്പത്ത് ഇല്ലാതിരിക്കുമ്പോൾ ഒരുപാട് വിഷമിക്കും നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? ബുദ്ധിമുട്ടുകളൊക്കെ പ്രയാസങ്ങളൊക്കെ വന്ന് ഭവിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ നമുക്ക് സമ്പാദ്യം വേണം, അല്ലേ? ധനവർദ്ധനവ് വേണം. അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാം തന്നെ പരിഹരിച്ച് നൽകട്ടെ. നമ്മുടെ വിഷമങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ ഭാരമായി നിൽക്കുക നമ്മളെ കയ്യിൽ 5 പൈസ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും സമ്പത്തിൻ്റെ ഉടമയാകാൻ അള്ളാഹു അനുഗ്രഹിച്ചു തരുമാറാകട്ടെ, അല്ലേ? ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഖവുരായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലുള്ള ഇസ്മുകളുടെ പേരാണ്, നാമങ്ങളാണ് പറഞ്ഞിരുന്നത്. അത് പറഞ്ഞു തരുമ്പോൾ ആ നാമങ്ങൾ യാ അല്ലാ യാ അല്ലാ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ഇത്ര എണ്ണം ഓതുകയാണെങ്കിൽ നമ്മുടെ വിഷമങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരം പെട്ടെന്ന് തന്നെ നമുക്ക് കാണിച്ചു തരും. എല്ലാത്തിനും വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തഖ്വ വേണം, നമുക്ക് വിശ്വാസം വേണം. അതുപോലെ തന്നെ നമ്മൾ ഖൽബ് ശുദ്ധിയായിരിക്കണം, വുളു വേണം. നമ്മൾ നമസ്കാരത്തിൻ്റെ ശേഷം എന്ന് പറയുന്ന കാര്യം തന്നെ അതാണ് കേട്ടോ. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അത് ഉൾക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാവും, അല്ലേ? മുസീബത്തുകളുണ്ടാവും, ഇടങ്ങേറുണ്ടാവും, കണ്ണേറുണ്ടാവും, ഷേറുണ്ടാവും. അതൊക്കെ നമ്മളെ വരവ് കാണുമ്പോഴും നമ്മളെ നല്ല ജീവിതം കാണുമ്പോഴും പല ഭാഗത്തുനിന്നുണ്ടാവും. അതൊക്കെ തന്നെ തട്ടിത്തിരിഞ്ഞ് പോകട്ടെ എന്ന് നമ്മൾ മനസ്സിൽ എപ്പോഴും ദുആ ചെയ്യുക. നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലുണ്ടായാൽ ആരെങ്കിലും അസൂയപ്പെട്ടിട്ടാണോ, ആരെങ്കിലും കണ്ണേറ് കൊണ്ടിട്ടാണോ, തടസ്സങ്ങൾ വന്നിട്ടാണോ എന്ന് നമ്മൾ ചിന്തിച്ച് നിൽക്കണ്ട. അത് എല്ലാം തട്ടി ദൂരപ്പെടുത്തുക. കാരണം നമ്മൾ ആരെയും തന്നെ അസൂയപ്പെടാത്ത ആളാണ്, കണ്ണേറ് വെക്കാത്ത ആളാണ്. ഷേറിനെ കൊണ്ടുള്ള ഇതൊന്നും നമ്മളെ മനസ്സിലേ ഇല്ലാത്ത ആൾക്ക് ആരെന്ത് നമ്മളെ ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് വന്ന് ഭവിക്കൂല. കാരണം നമ്മളിൽ നിന്ന്, നമ്മളെ കയ്യിൽ നിന്ന്, നമ്മളെ നാവിലും എപ്പോഴും അള്ളാഹുവിൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഖുർആൻ നമ്മളെ വായു കൊണ്ട് എപ്പോഴും നമ്മൾ ഉരുവിടുന്നുണ്ട്. അതുപോലെ തന്നെ ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളും ഒക്കെ തന്നെ, അതുപോലെ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. കാരണം നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ വന്നെത്തണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു വേറൊരാളടുത്ത് പോയിട്ടോ ഒരാൾ സഹായം തേടിയിട്ടോ അല്ലാതെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്നത് തന്നെ നമ്മൾ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ മുഖ്യമായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം അത് മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുക. നമ്മളിൽ എന്താണോ നല്ലത് എത്തുന്നത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ നല്ലൊരു വീഡിയോ ആണെങ്കിൽ അത് മറ്റുള്ളവരിൽ എത്തിക്കുമ്പോൾ അവർക്കത് ഉപകാരപ്പെടുമ്പോൾ ഈ അയച്ചു കൊടുത്ത് നിങ്ങൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അതിൻ്റെ ബർക്കത്ത് നൽകുക. കാരണം നമ്മളൊരു കാര്യം ഒന്ന് ചെയ്താൽ 100 കണക്കിന് നല്ലത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിത്തരും. ഒന്നിന് 100 എന്ന കാര്യം. ഒന്ന് നമ്മൾ ദുഷിച്ചത് എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതിൽ 100 ഇരട്ടിയാണ് നമുക്ക് ദുഷ്പ്രവൃത്തിയായിട്ട് നമ്മളിലേക്ക് വന്നെത്തുക. അതിനൊന്നും ആരും നിൽക്കരുത്. നല്ലത് കണ്ടാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവരെയും അതുപോലെ തന്നെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാക്കട്ടെ എന്ന് മാത്രമേ ഞാൻ എപ്പോഴും തന്നെ ദുആയിൽ ഉൾപ്പെടുത്താറുള്ളൂ. കാരണം മോശം മനസ്സായിട്ട് നമ്മൾ എന്ത് പ്രവർത്തിച്ചിട്ടും എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. അപ്പം നല്ല മനസ്സിൻ്റെ ഉടമകളാക്കണേ അല്ലാഹ്. എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന ഉമ്മത്തിമാരും പഠിച്ച തമ്പുരാനെ അവർക്ക് ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് എന്നെപ്പോഴും ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ സാലിഹത്തായ കാര്യങ്ങൾ എത്ര എളുപ്പത്തിൽ നീ നടത്തി കൊടുക്കണേ അല്ലാഹ്. വിഷമത്തിൽ നിന്നൊക്കെ നീ കരകയറ്റി കൊടുക്കണേ അല്ലാഹ് എന്ന് ഞാൻ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ പേരുകളാണ് ഈ പുസ്തകത്തിൽ തന്നെ. നമ്മളെ പല കിതാബുകളും പുസ്തകങ്ങളും ഒക്കെ തന്നെ നമ്മൾ വായിക്കുമല്ലോ, അല്ലേ? അപ്പോൾ ആ വായിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതിലത്രയും
ശക്തിയുണ്ട്, പവറുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഓരോ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങി വായിക്കണം. അതുപോലെ തന്നെ അത് മനസ്സിലാക്കി നമ്മൾ കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ അതിൻ്റെതായ ഇതുപോലെ തന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ ചില ആൾക്കാർക്കൊന്നും പുസ്തകങ്ങൾ എവിടുന്നാണ് കിട്ടുന്നതെന്ന് പോലും അറിയില്ല. കാരണം വാതുക്കൽ ആരെങ്കിലും വിൽക്കാൻ വന്നാലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പുറത്ത് പോയാലോ ഉള്ള അങ്ങനത്തെ ഒരുപാട് സഹോദരിമാരുണ്ടല്ലേ. അപ്പോൾ എന്നോട് തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിന്, ഇത്ത എന്തെങ്കിലും ഒരു കിതാബൊക്കെ എങ്ങനെയാണ് കിട്ടുക, നമസ്കാരമൊക്കെ അതുപോലെ തന്നെ നമ്മൾ ധരിക്കുന്ന തന്നെ നമ്മളെ എല്ലാ ഷോപ്പുകളിൽ നിന്നൊന്നും കിട്ടില്ല. ചില നമ്മളെ ഉള്ളിലിടുന്ന നമ്മളെ ഒരു തൊപ്പി എന്ന് പറയുന്നത് അല്ലേ, നമ്മളെ മിസ്ർ കെട്ടുക എന്ന് പറയും. നമ്മൾ തട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മുടി മറക്കാൻ വേണ്ടിയിട്ടൊരു മിസ്ർ കെട്ടുക എന്ന്, അതൊക്കെ എവിടുന്നാണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൂട്ടുകാരുമാർ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നും അറിയാത്ത ഒരു ചങ്ങാതി, ഒരു സ്ത്രീയാണ്. ആ ചങ്ങാതി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, ദയനീയമായിട്ട്, ഇത്ത എനക്കൊന്നും ഓതാൻ അറിയില്ല ഇത്ത, എനക്കൊന്ന് എന്തെങ്കിലും പഠിപ്പിച്ച് തരുമോ ഇത്താന്ന്. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് 2 കാര്യം ഞാൻ പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് ഞാൻ വീഡിയോയിൽ വാട്സപ്പിൽ തന്നെ ഇട്ട് കൊടുത്ത് അവരോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 2-3 സ്ത്രീകൾ അങ്ങനെ ഉണ്ട് കേട്ടോ. കാരണം അവരെ സാഹചര്യത്തിനനുസരിച്ചിട്ട് പഠിക്കാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കില്ല അങ്ങനത്തെ ഒരു വേദനാജനകമായിട്ടുള്ള വാക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടാകാൻ. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് മലയാളത്തിലുള്ള കുറേ പുസ്തകങ്ങളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഖുർആൻ ഓതാനോ അതാക്കാനോ ഒന്നും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മലയാളം ആദ്യം പഠിക്കുക. മലയാളം അവർക്ക് മലയാളം വായിക്കാൻ അറിയാം, ഖുർആൻ അറിയാത്തത് കേട്ടോ. മലയാളം പുസ്തകം എല്ലാം പരിഭാഷയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം മലയാളത്തിൽ ഓതി പഠിക്കുക. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ ഖുർആൻ്റെ വലിയ അക്ഷരങ്ങളുള്ള മുസാഫുകൾ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ട് അതുപോലെ ഓതുമ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അത് പഠിക്കുമ്പോൾ വേഗം എളുപ്പത്തിൽ പഠിക്കാൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത്. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നമുക്ക് അള്ളാഹുവിൻ്റെ നാമങ്ങൾ വർണ്ണിക്കാൻ കരുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനത്രയും സവിശേഷതകളുണ്ട്. ഇവയൊക്കെ തന്നെ എത്ര വർണ്ണിച്ചാലും നമുക്ക് അവസാനിക്കാത്തതാണ്. സമുദ്രജലം മഷിയായിട്ട് സങ്കല്പിക്കുക. ആ മഷി മുഴുവൻ എടുത്ത് അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾക്കും അത് കലിമത്തുകൾ, അവൻ്റെ സവിശേഷതകൾ, ഇവയൊക്കെ എത്ര വർണ്ണിച്ചാലും അവസാനിക്കാത്തതാണ്. കാരണം നമുക്ക് അത് എത്ര വർണ്ണിച്ചാലും തീരുകയില്ല. അത്രയും വലിയ മഹത്വങ്ങളുള്ളതാണ്. ആ ഓരോ നാമങ്ങൾ നമ്മൾ ഇത്ര എണ്ണം വെച്ച് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ പരിഹരിച്ച് തരും. കാരണം സമുദ്രജലത്തിൽ മഷിയായിട്ട് സങ്കല്പിക്കുക. ആ മഷി മുഴുവൻ എടുത്ത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് ദൂരത്തു നിന്നാണ് ഒരു സഹോദരൻ ജോലി ഒന്നും ചെയ്യാൻ ആദ്യം നല്ല ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ സ്വന്തമായി തുടങ്ങാനുള്ള ഒരു സംഭവം അവരുടെ കയ്യിലില്ല. 10 പൈസ കയ്യിലില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ വാട്സപ്പിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ അവർക്ക് വീഡിയോയിലേക്ക് കൂടി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസമായി കേട്ടോ, കുറേ ദിവസങ്ങളായി. പക്ഷേ മൂപ്പർ പറഞ്ഞത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ ചുരുക്കി കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് 7 ദിവസമേ ആകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്നതാണ് ഇത്ത എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ. കാരണം എനിക്ക് ഇങ്ങനെ ജോലി ചെയ്യണം, എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം. അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് പൈസൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ട്. ഞാൻ ആകെ വിഷമിച്ചിട്ട് നിൽക്കുകയെന്ന്. പെട്ടെന്ന് തന്നെ എനിക്ക് എന്തെങ്കിലും ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരുമോ? കാരണം ഞാൻ ആരടുത്തും പോക്കോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കൊരു മനസ്സിന് സമാധാനത്തിനാണ്. അപ്പം ഞാൻ പറഞ്ഞു വിഷമിക്കല്ലേ, ബുദ്ധിമുട്ടാകല്ല, വിഷമം ഉണ്ടാക്കല്ല, സമാധാനമായിട്ട് കേൾക്ക് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു ഇത്ത പറയുന്നത് ഞാൻ സമാധാനമായിട്ട് കേൾക്കുക എന്ന് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അവർക്ക് ഒരു സ്ഥാപനം ചെറിയൊരു പച്ചക്കറി പീടിക തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓതാൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ, യാ റഹ്മാനു യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിന് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അതാണ് ഞാൻ ഈ പറഞ്ഞിരുന്ന ഇസ്മ. ഈ ഇസ്മ ഞാൻ എത്ര പ്രാവശ്യം ഞാൻ അവരോട് ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതെന്നറിയോ? ഒരേ സമയം പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത് 333 തവണ നിങ്ങൾ ചൊല്ലിക്കോളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളാവും. അതുപോലെ തന്നെ ആ ഇസ്മ മാത്രമല്ല, ഒരു 5-6 ഇസ്മ ഒട്ടാകെ ഞാൻ പറഞ്ഞു. ആദ്യം ഞാൻ എന്താ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ
നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സന്നദ്ധയാണ്. നിങ്ങൾക്ക് യാതൊരു വിഷമങ്ങളില്ലാതെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. കുറച്ചൊരു ലെങ്തിയായ വീഡിയോ എന്നിട്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തത് പിന്നെ യാ റഹ്മാനു യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ എന്നുള്ളത് 333 തവണയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് കേട്ടോ. അങ്ങനെ ചൊല്ലണം. അതുപോലെ രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു കൊടുത്തത് യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ 489 തവണ കേട്ടോ. 489 തവണ ചൊല്ലാൻ കേട്ടോ. അതിന് ശേഷം ചൊല്ലിക്കഴിഞ്ഞപാട് 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുക നമ്മൾ മുത്തുനബിൻ്റെ പേരിൽ. ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ യാ റഹ്മാനു യാ അല്ലാ, രണ്ടാമത് യാ ഫത്താഹു യാ അല്ലാ 489 തവണ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അതിന് ശേഷം 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുക മുത്തുനബിൻ്റെ പേരിൽ. കഴിഞ്ഞതിന് ശേഷം യാ കയ്യൂം യാ അല്ലാ, യാ കയ്യൂം യാ അല്ലാ, യാ കയ്യൂം യാ അല്ലാ എന്ന് 129 തവണ ചൊല്ലുക. മറ്റുള്ളവരുടെ ഒന്നും സഹായം കൂടാതെ തന്നെ എല്ലാം നമുക്ക് നടത്തിപ്പോരാൻ കഴിയും. അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തത് യാ റാഫി യാ അല്ലാ, യാ റാഫി യാ അല്ലാ 333 തവണ ചൊല്ലുക. അപ്പോൾ നല്ല ആളുകളുടെ സ്ഥാനം ഉയർത്തി കൊടുക്കുന്നവനെ ധനപരമായ മറ്റ് എല്ലാ ഉയർച്ചയും ഉണ്ടാവുകയും ചെയ്യും. അതിനുശേഷം യാ ബാസിത്ത് യാ അല്ലാ, യാ ബാസിത്ത് യാ അല്ലാ അത് 313 തവണ ചൊല്ലുക. ജനമധ്യത്തിൽ ആദരണീയനും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നവനും ഐശ്വര്യ സമ്പൂർണ്ണത്തിന് ഉടമയും ആകും കേട്ടോ നമുക്ക് ഇത് ഒക്കെ ചെല്ലുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തത് യാ വഹാബ് യാ അല്ലാ, യാ വഹാബ് യാ അല്ലാ 127 തവണ ചൊല്ലുക. ധാരാളം സമ്മാനം നൽകുന്നവനെ എന്നാണ്. കാരണം എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്ന് ഐശ്വര്യത്തിൽ എത്തുകയും ചെയ്യും. അപ്പം ഞാൻ ആ സഹോദരനോട് ഈ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ പറഞ്ഞത് ഞാൻ 7 ദിവസത്തേക്കാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. 7 ദിവസം വരെ ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അൽഹംദുലില്ലാ ഞാൻ ചെയ്തോളാം. ഇത്താ ഞാൻ കൂടുതൽ തന്നെ ഖുർആൻ ഓതുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്കിത് ചെയ്യേണ്ടതിൽ വലിയ പ്രയാസമൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ ഞാൻ ചൊല്ലി തീർത്തിക്കോളും. പിന്നെ ഇത്ത ദുആ ചെയ്യണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ ഞാൻ ദുആ ചെയ്യാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും ദുആ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിന് ഇപ്പം കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്ത ഞാൻ എല്ലാം ഓക്കെ ആയി അൽഹംദുലില്ലാ, ഇത്താനോട് ഞാൻ നന്ദി പറയുന്നു. അള്ളാഹുവിനോട് നന്ദി പറഞ്ഞതിന് ശേഷം ഞാൻ ഇത്താനോട് നന്ദി പറയുന്നു. കാരണം ഒരു പിന്നെ മുതൽ മുടക്കില്ലാതെ നല്ലൊരു മനസ്സോടെ ഇത്താ എനിക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇത്താൻ്റെ ദുആയും ഉണ്ടായി. എനിക്കിതാ ഞാനെല്ലാം ഓപ്പണാക്കാൻ വേണ്ടി പോവുകയെന്ന് ഞാൻ ഷോപ്പ് കിട്ടി. അപ്പം ഞാൻ എൻ്റെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പോയി. ഇത്താൻ്റെ ദുആ എപ്പോൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. കാരണം അവർ വിചാരിക്കാത്ത ഭാഗത്തു നിന്നാണ് അവർക്കൊരു സമ്പാദ്യം വന്നിട്ടുള്ളത്. കാരണം അവർ ഉപേക്ഷിച്ച ഒരു പൈസയാണ് അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത്. അതാണ് നമ്മൾ പറയും നമ്മളെല്ലാ വാതിലുകളും തടസ്സങ്ങളൊക്കെ നീർന്ന് നമുക്ക് ഹൈറിൻ്റെ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കാട്ടിത്തരും. ഓരോ നാമങ്ങൾക്കും അതിൻ്റേതായ ശക്തിയും പവറും ഉണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് തന്നെ ആവശ്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഒരു മക്കളെ കല്യാണങ്ങളായിക്കോട്ടെ, അല്ല ഒരു വീടിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ഒരു സ്ഥലം വാങ്ങാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്നെ ഉപകരിക്കാൻ വേണ്ടിയിട്ടുള്ള ജോലി കാര്യങ്ങളായാലും വാഹനങ്ങൾ വാങ്ങാനായാലും വിസേൻ്റെ കാര്യങ്ങളായാലും ഒക്കെ തന്നെ നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞു തന്ന ഈ എന്താ പറയണ്ടേ നാമങ്ങളൊക്കെ തന്നെ നിങ്ങൾ നന്നായിട്ട് ആത്മാർത്ഥതയോടെ നിങ്ങൾ ചൊല്ലുക. അതിൻ്റെ എല്ലാ അഭിവൃദ്ധിയും ഐശ്വര്യവും നമ്മളിലേക്ക് വന്നെത്തും. തീർച്ചയായും ഉറപ്പുള്ള കാര്യമാണ്. കാരണം പല ആൾക്കാർക്കും പലതും പറഞ്ഞു കൊടുത്ത് അൽഹംദുലില്ലാ എന്നല്ലാതെ അള്ളാഹുവിനോട് നമ്മൾ ഏറ്റവും സ്തുതി പറയണം. കാരണം നമ്മൾ ഓരോ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങൾക്ക് അത്രയും വലിയ പവറുണ്ട് എന്നുള്ളത് ഓരോരാളെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ നമ്മളെ വായിൽ നമ്മളെപ്പോഴും ചൊല്ലുന്നതാണ്. പക്ഷേ ഓരോരോ വിഷമം ഉള്ള ആൾ അവർക്കിത് പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ അവരുടെ വഴികളൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടാവും അല്ലേ. ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ആരെങ്കിലും ഒരാളെ സമീപിക്കുക. ആ സമീപനം നമ്മൾ ഏറ്റെടുത്ത് അവർക്ക് പറഞ്ഞു കൊടുത്ത് അത് ഉൾക്കൊണ്ട് തന്നെ അവരെ കൽബ് കൊണ്ട് അവരെല്ലാം ചെയ്യാൻ സന്നദ്ധയാകുമ്പോൾ അവരുടെ നോട്ടം അള്ളാഹുവിലേക്കാണെങ്കിൽ അള്ളാഹു അവരെ പെട്ടെന്ന് തന്നെ പരിഗണിക്കും. എന്നിലേക്ക് അടുക്കുന്ന ആളുകളാണ് പടച്ച തമ്പുരാനെ
അപ്പോൾ ഞാൻ അള്ളാഹുവെ ഞാൻ ചോദ്യത്തിന് നീ എനിക്ക് ഉത്തരം തരണേ അള്ളാഹ് എന്ന് പറഞ്ഞ് നമ്മൾ യാചിക്കുമ്പോൾ ആ യാചനക്ക് പെട്ടെന്ന് തന്നെ അള്ളാഹു നമുക്ക് ഉത്തരം തരും. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ വേറെ ആരുടെ മുമ്പിൽ നമുക്ക് യാചിക്കാൻ അർഹതയില്ലേ? ആരുടെ മുമ്പിലും ഇല്ല. നമ്മുടെ കാര്യങ്ങളാകാനും നമ്മളെ വിഷമങ്ങൾ തീരാനും അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക അല്ലേ? ദുആ ചെയ്തിട്ട് മാത്രമേ നമുക്ക് തരുള്ളൂ. ആ ദുആക്കാണ് അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടം. കാരണം ഏറ്റവും വലിയ നമ്മളെ പുണ്യ ഇബാദത്താണ് ദുആ. അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് അനുഗ്രഹിച്ച് തരാൻ എല്ലാം നമ്മൾ അനുഗ്രഹിച്ച് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നല്ലേ. അല്ലാതെ ദൂരത്തടിച്ച് നടക്കാനോ ആർമാദിച്ച് നടക്കാനോ ദുഷ്പ്രവൃത്തി ചെയ്യാനോ അല്ല, നമ്മളെ സാലിഹായ കാര്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഓരോ ആൾക്കാരും വിഷമിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പരിഹാരം നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മൾ എവിടെയെങ്കിലും നമ്മളെ പൈസ കുടുങ്ങി കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് പൈസ കിട്ടാനുണ്ടോ, ഏതെങ്കിലും മുതലിൻ്റെ ഇത് നമുക്ക് പൈസ കിട്ടാൻ, അതൊക്കെ നമ്മൾ രക്ഷപ്പെടും. രക്ഷപ്പെടുന്ന കാരണം നമ്മൾ ഓരോ ദിവസങ്ങളും നമ്മൾ വിഷമങ്ങളില്ലാതെ നീങ്ങിപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അത്ഭുതമാണ്. കാരണം നമുക്ക് എവിടെയൊന്നും പൈസ വരാനുള്ള ഒരു സ്രോതസ്സില്ല. പക്ഷെ നമ്മളെ കാര്യങ്ങളൊക്കെ നേരാവണ്ണം നടന്നു പോകുന്നുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് മാത്രമേ നമ്മൾ പറയാൻ പറ്റൂ. അല്ലാതെ എല്ലാം ഞാൻ ചൊല്ലി എനിക്കൊന്നും ശരിയാവുന്നില്ല, അത് നമ്മുടെ എന്തെങ്കിലുമായ മോശം പ്രവൃത്തി നമ്മളെ കയ്യിൽ നിന്നോ വായിൽ നിന്നോ കണ്ണുകൊണ്ടോ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാവും. അത് അള്ളാഹുവിനോട് പൊറുക്കൽ തേടി നമ്മൾ പശ്ചാത്തപിക്കുക. അള്ളാഹുവിനോട് നമ്മൾ തൗബ ചെയ്ത് പൊറുക്കലിനെ തേടുക. എന്നിട്ട് നിങ്ങളിത് ചെയ്തു നോക്കൂ. പെട്ടെന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. നമ്മളെ മലയാളത്തിൽ അറിയുന്ന പോലെ അള്ളാഹുവിനോട് പശ്ചാത്താപം ചെയ്യുക. ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തു പോയി, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണേ അല്ലാ, ഇഹലോകത്തും പരലോകത്തും നീ എനിക്ക് പുറത്തു തരണേ അല്ലാ, ബാക്കിയായി വെക്കല്ലേ അല്ലാ, തെറ്റുകുറ്റങ്ങൾ നീ ബാക്കിയായി വെക്കല്ലേ അല്ലാ, അള്ളാഹുവേ നീ പുറത്തു തരണേ അല്ല, എൻ്റെ ഇന്ന കാര്യങ്ങൾ നീ സാധിപ്പിച്ചു തരണേ അല്ല എന്ന് ദുആ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുക. കാരണം നമുക്ക് പൈസ എന്ന് പറയുന്ന സമ്പാദ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാട്ടിലും വീട്ടിലും ഒക്കെ നാലാളുടെയിലും നമുക്ക് അഭിമാനം ഉണ്ടാവും അല്ലേ. എത്ര വലിയ നല്ലൊരാളാണെങ്കിലും എത്ര നല്ല സുന്ദരനാണെങ്കിലും കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പിലൻ്റെ സ്ഥാനം പോലും നമുക്കുണ്ടാവില്ല. അത് നിങ്ങളോട് ഞാൻ 100 പ്രാവശ്യം പറയും. കാരണം എൻ്റെ ഒരു സഹോദരന്മാരെ പോലത്തെ പുരുഷന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് പുരുഷന്മാർ നമ്മളെ ഗൾഫ് കൺട്രിയിൽ നിന്ന് പല നാട്ടിൽ നിന്ന് തന്നെ സമീപിക്കുന്നുണ്ട്. പല ആവശ്യങ്ങളും പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ഹൈറായ ആവശ്യം നടത്തി കൊടുക്കട്ടെ. അള്ളാഹുവേ നീ അവരാരെയും തന്നെ നീ വിഷമിപ്പിക്കില്ല അല്ലാ. എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തും പരിഹരിച്ച് കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ അടഞ്ഞുപോയ വഴികൾ അള്ളാഹുവേ നീ തുറന്നു കാട്ടി കൊടുക്കണേ അല്ലാ. നീ ഹൈറിൻ്റെ വാതിൽ നീ തുറന്നു തരണേ അല്ലാ. ഞങ്ങളെ എല്ലാവരുടെയും ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഒരു നന്മ നമ്മൾ ചെയ്താൽ 100 നന്മ നീ ഞങ്ങളിൽ ഭാഗത്ത് നിന്ന് തരണേ അല്ലാന്ന്. അള്ളാഹുവേ നിൻ്റെ ഭാഗത്ത് നീ ഞങ്ങൾക്ക് 100 നന്മ നീ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിച്ച് നൽകണേ അല്ലാ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരിലേക്കും വീഡിയോ എത്തിക്കണം. കാരണം നമ്മൾ ആ എത്തിക്കുന്ന കാര്യമാണ് നമ്മൾക്ക് പുണ്യമായിട്ട് വരിക. അല്ലാതെ നമ്മൾ മാത്രം അറിഞ്ഞ് മറ്റുള്ളവർ രക്ഷപ്പെടേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കരുത്. എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഇതിന് വേണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കുഞ്ഞ് ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് അന്നേരം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് മഅസ്സലാമ. ഞാൻ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്ന പോലെ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരുടെയും ദുആയിലും എന്നെയും കൂടി ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെയും ദുആ കബൂൽ ചെയ്യുമാറാകട്ടെ. തക്കതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഅസ്സലാമ.